സദൃശ വാക്യം 15-ാം അധ്യായം അതിൻ്റെ 1-18 വാക്യങ്ങൾ. മൃദുവായ ഉത്തരം ക്രോധം ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ചില ക്വാളിറ്റിയാണ്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ശരിക്കും മുറിപ്പെടുത്തുന്ന വാക്ക് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. പറയുന്ന വാക്കും എയ്യുന്ന അമ്പും തിരികെ എടുക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ മൃദുവായിട്ട് സംസാരിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. സ്തോത്രം. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. സ്തോത്രം. ഡൈവേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഡൈവേഴ്സ് വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഒന്ന് കൗൺസിൽ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചില മൂർച്ചയേറിയ വാക്കായിരിക്കാം. അതിങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ആ മൃദുവായൊരു വാക്ക് ആ കോപത്തെ ശമിപ്പിച്ചേനും. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു. ചിലർക്ക് ഒരു പ്രത്യേകതയുള്ള എവിടെ ചെന്നാലും കലക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവൻ സഭയിൽ വന്നാലും കലക്കം ഉണ്ടാക്കും, കുടുംബത്തിലായാലും അവൻ്റെ ജോലി സ്ഥലത്തും അവൻ കലക്കം ഉണ്ടാക്കും. സ്തോത്രം. അങ്ങനെയുള്ളവൻ ഈ പുസ്തകം കൈകൊണ്ടെടുത്തിട്ട് കാര്യമില്ല. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ അനുസരിച്ച തൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുകയുള്ളു. ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. അപ്പം ഞാൻ മുഖാന്തരം എൻ്റെ സഭയിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാകാൻ പാടില്ല. അത് വ്യക്തിപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. സദൃശവാക്യം 16-ാം അധ്യായം 32-ാം വാക്യം. 16-32. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ പട്ടണം പിടിക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാകുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചില്ല. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനേക്കാളും വലിയവനാണ്. ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഈ രണ്ട് വാക്കുകൾ ദൈവത്തിൻ്റെ മക്കളിലേക്ക് ആഴമായി ഇറങ്ങിച്ചെല്ലേണ്ട കാര്യമാണ്. ഒന്ന് ദീർഘക്ഷമ, രണ്ട് ജിതമാനസൻ. ഹല്ലേലൂയ. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനേക്കാൾ ശ്രേഷ്ഠനാണ്. നിശ്ചിതമാനസനാണെങ്കിൽ പട്ടണം കാക്കുന്നവനേക്കാൾ ശക്തനാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ശാന്തശീലനും വിനീത ഹൃദയനുമായ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 37:8. കോപം കളഞ്ഞു ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് കാരണമാകുകയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. വീണ്ടും സദൃശ വാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. ജ്ഞാനി ഭയപ്പെട്ട് ദോഷത്തിൽ നിന്ന് അകന്നു നടക്കുന്നു. നോക്കിക്കേ, ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. ഭോഷനോ ധിക്കാരം പൂണ്ട് അശ്രദ്ധനായി നടക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുഷ്ടത ആസൂത്രണം ചെയ്യുന്നവൻ വെറുക്കപ്പെടുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു. കഴിയുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി വീഴാതെ നമ്മളെ തന്നെ സൂക്ഷിച്ച് നടക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ഭോഷനോ ധിക്കാരം കൊണ്ട് നിർഭയനായി നടക്കുന്നു. അപ്പോൾ കോപിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നവൻ ഭോഷനാണ്. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു. മുൻകോപം വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന എല്ലാം അടിച്ചുടക്കും. ചിലപ്പോൾ TV ആയിരിക്കാം, ചിലപ്പോൾ ചട്ടിങ്കലോ ആയിരിക്കാം, ചിലപ്പോൾ ചോറായിരിക്കാം. കോപം വന്നാൽ
ഭർത്താവിന് കോപം വന്നാൽ കയ്യിലിരിക്കുന്ന ചോറാണെങ്കിൽ അത് എടുത്ത് ഭാര്യയുടെ മുഖത്ത് എറിയും. ചോറിനൊരല്പം രുചി കുറഞ്ഞു പോയാൽ, കറിക്ക് അല്പം രുചി കുറഞ്ഞു പോയാൽ കോപത്തോടെ എടുത്ത് വീട്ടിൽ കലവുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. അവനും ക്രിസ്ത്യാനി എന്നാ പേര്. സ്തോത്രം. സഹോദര, ദൈവത്തിൻ്റെ മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദോഷിക്കപ്പെടുന്നു. സ്തോത്രം. രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം കോപിക്കാറുണ്ടോ? സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാറിലല്ലോ നീരസം വസിക്കുന്നത്. മൂഢന്മാരുടെ മാറിലല്ലോ, അതായത് ഹൃദയത്തിലല്ലോ എന്ത് വസിക്കുന്നത്? കോപം വസിക്കുന്നത്. ചിലരിങ്ങനെ കോപം കൊണ്ട് നടക്കുകയാണ്, ആരുടെ മുകളിൽ കയറാമെന്നും പറഞ്ഞ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. മക്കളെ കോപം ജ്വലിപ്പിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഡബിൾ കോപവും ദേഷ്യവും ഒക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ മക്കൾ. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് വെറുതെ അവരെ പാവം ചെയ്യാൻ മാതാപിതാക്കൾ അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യരുത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. സ്തോത്രം. അപ്പോൾ എത്ര വലുതായാലും മക്കളോട് സംസാരിക്കേണ്ട ചില രീതികൾ ഉണ്ട്. നിലവിട്ട് മറന്ന് സംസാരിക്കരുത്. തൻ്റെ മക്കൾ തന്നോളം വലുതായാൽ ആരെന്ന് വിളിക്കണം? താനെന്ന് വിളിക്കണം, അല്ലേ? ഇപ്പോഴും മക്കളെ വിവാഹം കഴിച്ചിട്ട് മക്കളെ അടിക്കുന്ന അപ്പന്മാരുണ്ട്. അത് നിർത്ത്. സ്തോത്രം. അവരെ കോപിപ്പിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറരുത്. സ്തോത്രം. രണ്ടാമത്തെ പോയിൻ്റ്, നാം കോപിക്കാറുണ്ടോ? ഒരു സെക്കൻഡ് ആ വലത് വരാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മളെ തന്നെ ശോധന ചെയ്യാം. എൻ്റെ ഉണർവിന് തടസ്സം എൻ്റെ കോപമാണോ? ഞാൻ കോപശീലനായതുകൊണ്ട് പലയിടത്തും എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ സഹപാഠികളോടുകൂടെ, എൻ്റെ കൂട്ടായ്മയിൽ ഒരിടത്തും എനിക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചു. നിൻ്റെ ഉണർവിനുള്ള തടസ്സം നിൻ്റെ കോപമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കോപിച്ചുകൊള്ളുവിൻ, പാവം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കാൻ അനുവദിക്കുകയും അരുത്. വ്യക്തമായി പ്രാർത്ഥിക്കാൻ. കർത്താവേ, എന്നിൽ ഏറ്റവും പഴക്കം ചെന്ന് കിടക്കുന്ന ഈ കോപസ്വഭാവം എടുത്തു മാറ്റി, കർത്താവേ, നിൻ്റെ വചനം ഇന്ന് കേട്ട് എന്നെ പഠിപ്പിച്ച വചനപ്രകാരം അതനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇത്രയും പ്രായമായിട്ടും പലപ്പോഴും ദൈവവചനം മറന്ന എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ജീവിച്ചു പോകുന്ന കർത്താവേ, അവിടുന്ന് എന്നെ അടിക്കണമേ. മക്കളായി വിളിക്കുന്നവരെ അവിടുന്ന് പ്രകരിക്കുന്ന വചനം പറയുന്നു. കർത്താവേ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മക്കളെ തിരുത്തുന്നതിന് പകരം ഞാൻ തന്നെ എന്നെ തന്നെ തിരുത്തുവാൻ, എന്നിലെ കുറവ് മനസ്സിലാക്കി എന്നെ തന്നെ താഴ്ത്തുവാൻ നിൻ്റെ സ്വർഗത്തിലെ കരത്താൽ എന്നെ സ്പർശിക്കണമേ. യേശു നാമത്തിൽ തന്നെ. മൂന്നാമത്തെ പോയിന്റ്, നമ്മളിൽ അസൂയ ഉണ്ടോ? നമ്മളിൽ അസൂയ ഉണ്ടോ? സമനിലയിലുള്ള മറ്റൊരാൾ ഉന്നതനായി ഗണിക്കപ്പെടുന്നത് നമ്മളിൽ അസൂയ ജനിപ്പിക്കുന്നോ? നമ്മളെക്കാൾ ഭംഗിയായി പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് അസൂയ തോന്നാറുണ്ടോ?
സ്തോത്രം. ഇത് ഈ ഒരു നല്ല ഗുണം എല്ലാവർക്കും ഉള്ളതാണ്. ഏതാണ്? അസൂയ. സ്തോത്രം. നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുള്ള അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്നാണ്. ഇപ്പം കഷണ്ടിക്ക് ഇത്തിരി മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതേവരെ ഈ ഒരു കാര്യത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മിൽ അസൂയ ഉണ്ടോ? ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നു? 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവേൻ. അപ്പോൾ ഈ വചനമെന്ന മായമില്ലാത്ത പാലാണ് ഈ അസൂയയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾക്ക് ഈ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഒന്ന് കരം കൊടുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും കരം കൊടുത്ത്, അടുത്തിരിക്കുകയാണ് കരങ്ങൾ കൊടുത്തിട്ട് പറ, എൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് പറ. ഹല്ലേലൂയ. എന്നെ വളർത്തുന്നതും എന്നെ അനുഗ്രഹിക്കുന്നതും എന്നെ ഉയർത്തുന്നതും എന്നെ വിളിച്ച എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും ഒരിക്കലും എൻ്റെ അടുത്തിരിക്കുന്നവൻ തടസ്സമല്ല. ദൈവം എനിക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമേ തരൂ. സ്തോത്രം. മറ്റുള്ളവരുടെ അനുഗ്രഹം പ്രാപിക്കുന്ന കണ്ടു കഴിഞ്ഞു. അവൻ നന്നാകട്ടെ, അവൻ നന്നായി കിടക്കുമ്പോൾ എനിക്ക് ഒരാവശ്യം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാമല്ല എന്നൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വളരെ വിരളമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്താൽ പണിയപ്പെട്ട സഭയാണെങ്കിൽ, ദൈവം വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ, നീ അസൂയപ്പെട്ട് ഞുറുങ്ങി അവിടെ ഇരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വിളിയെ ഏറ്റെടുത്തുകൊണ്ട് അവന് വേണ്ടി ആരാണോ ഹൃദയം കൊടുക്കുന്നത് അവനെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മ വളരുന്നത് മറ്റൊരു കണ്ടുകൂടാ. കൂട്ടായ്മയെ വളർത്തുന്നത് ദൈവമാണ്. അതുപോലെ നിന്നെയും ദൈവം വളർത്തും. വളരണമെങ്കിൽ ആകയാൽ സകല ദുഷ്ടതയും സകല ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, അങ്ങനെ നീ നിന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നീക്കിക്കളഞ്ഞാൽ ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിപ്പിൻ. അപ്പൊ ഈ വചനമെന്ന മായമില്ലാത്ത പാലാണ് നമ്മളെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത്. അത് ഞാൻ അസൂയപ്പെട്ടിരുന്നത് കാര്യമില്ല. ചെയ്യാനുള്ളത് ഞാൻ ചെയ്യണം. കാരണം എന്നെ വിളിച്ചത് എൻ്റെ ദൈവമായ യേശുക്രിസ്തുവാണ്. അവനാണ് എന്നെ വളർത്തുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഉണർവിനുള്ള തടസ്സം. മൂന്നാമത്, നമ്മിൽ അസൂയ ഉണ്ടോ? ദൈവത്തിൻ്റെ വചനം എഫെസ്യ ലേഖനം 4-ാം-22 വാക്യം. നിങ്ങളുടെ മുൻകാല ജീവിത രീതി പരിഗണിച്ച് വഞ്ചനയുടെ മോഹങ്ങളാൽ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. ഹല്ലേലൂയ. അപ്പോൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. സ്തോത്രം. മറ്റുള്ളവരിലൊരു നന്മ കണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവൻ നല്ലൊരു വാക്ക് പറയുകയും ചെയ്യണം. സ്തോത്രം. അസൂയ എന്ന ജീർണിച്ച ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. റോമാലേഖനം 6-ാം വാക്യം. നാം ഇനിയും പാപത്തിന് അടിമകളാകാതിരിക്കുവാൻ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ
എന്തിനും ഏതിനും അസൂയയോടെ ഇരിക്കുന്ന പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കണം. ഇനി ഈ അസൂയ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഉൽപ്പത്തി മുതലേ തുടങ്ങിയതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 14-ാം വാക്യം. ഇസഹാക്കിൻ്റെ അനുഗ്രഹം കണ്ട അസൂയപ്പെട്ട ഫെലിസ്തീനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഉൽപ്പത്തി 26:14. അവന് ആട്ടിൻപറ്റങ്ങളും ആട്ടിൻകൂട്ടങ്ങളും അനേകം ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി. കൂട്ടായ്മയുടെ വളർച്ചയിലും കുടുംബത്തിന്റെ വളർച്ചയിലും നിന്റെ വളർച്ചയിലും അസൂയയോടെ ഇരിക്കുന്ന ഫെലിസ്ത്യർ ഇപ്പോഴും ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. സ്തോത്രം. അങ്ങനെ നീ ഫെലിസ്ത്യരെ പോലെ അസൂയപ്പെട്ടാൽ ദൈവം നിന്നെ ഉയർത്തില്ല. ഇസഹാക്കിനെ അനുഗ്രഹിച്ച് മാനിച്ചത് ഇസഹാക്കിനെ വിളിച്ച ദൈവമാണ്. ആ ദൈവത്തിനെ നീ അറിഞ്ഞാൽ ഇസഹാക്കിന് കിട്ടിയ അതേ അനുഗ്രഹം നിനക്ക് കിട്ടും. സ്തോത്രം. വീണ്ടും ഇനി നമ്മളൊരു കുടുംബത്തിലേക്ക് വരികയാണ്. യാക്കോബിൻ്റെ കുടുംബത്തിലേക്ക് നമ്മൾ വരികയാണ്. ഉൽപ്പത്തി 37:11. ജോസഫിനോട് തൻ്റെ സഹോദരങ്ങൾക്ക് എന്താ ഉണ്ടായത്? നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളെ നിശ്ചയമായും ഭരിക്കുമോ? നീ ഞങ്ങളുടെ മേൽ വാഴ്ച നടത്തുമോ എന്ന് ചോദിച്ചു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്കുകൾ നിമിത്തവും അവർ അവനെ പിന്നെയും അധികമായി വെറുത്തു. ആ വെറുപ്പിന് കാരണം അവർ അസൂയയാണ്. സ്വന്തം സഹോദരന് അവനേക്കാൾ ശ്രേഷ്ഠനാകും എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും കുടുംബത്തിൽ നിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന പലരും ഉണ്ടാകും. സഭയിൽ നിന്റെ വളർച്ച കണ്ട നിന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന പലരും ഉണ്ടാകും. സ്തോത്രം. എന്നാൽ ദൈവമാണ് നിന്നെ വിളിച്ചെങ്കിൽ, എന്തിനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് ആ അറ്റത്തോളം ദൈവം നിന്നെ മാനിച്ചു നിർത്തും. ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനങ്ങൾ 37:1. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ ഉത്കണ്ഠപ്പെടരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. ഹല്ലേലൂയ. ഞാൻ ഒന്നും ചെയ്യാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല. ദേ സകല തിന്മയും ചെയ്തിട്ട് അവൻ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുക എന്ന് നീ അസൂയപ്പെടണ്ട. നോക്കിക്കേ, നീതികേട് ചെയ്യുന്നവരെ കണ്ട് നീ അസൂയപ്പെടണ്ട. പൊതുവെ മനുഷ്യർ അങ്ങനെ ഒരു മനോഭാവം ഉള്ളവരാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കൊരു ഉയർച്ചയില്ല. അത് അവർ നോക്കി അവർ നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരെ ഉയർത്തുന്നത് ഒനിയുടെ ടൈവിലെ പരസ്യക്കാരനാണ്. പക്ഷെ നിന്നെ മാനിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ വളർച്ച കണ്ട് നീ അസൂയപ്പെടരുത്. സദൃശവാക്യം 3:31. സദൃശവാക്യം 3:31. പീഡകനോട് നീ അസൂയപ്പെടരുത്, അവന്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും അരുത്. പീഡകനോട് നീ അസൂയപ്പെടരുത്, അവന്റെ വഴികളൊന്നും നീ തിരഞ്ഞെടുക്കരുത്. സദൃശവാക്യം 14:30. സദൃശവാക്യം 14:30. ശാന്ത മനസ്സ് ശരീരത്തിന് ജീവനാകുന്നു, അസൂയയോ അസ്ഥികൾ ദ്രവിപ്പിക്കുന്നു. ഇറ്റ്സ് എ ബോൺ ക്യാൻസർ ആണ്. അസൂയ ബോൺ ക്യാൻസർ ആണ്. അത് അസ്ഥിയെ തകർക്കും. എന്നാലോ ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 18-ാം വാക്യം. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പിലാത്തോസിന് മനസ്സിലായി യേശുവിനെ അവൻ്റെ കയ്യിൽ ശത്രുക്കൾ ഏൽപ്പിച്ചത് യേശുവിനോട് അവർക്ക് അസൂയ ഉണ്ടതുള്ളതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ യേശുവിനോട് അസൂയ തോന്നിയെങ്കിൽ, പച്ചമരത്തിനോട് ഈ അസൂയ ഉണ്ടായെങ്കിൽ, ഈ ഉണക്കക്കൊള്ളികളായ നമ്മളോട് എത്ര അധികം. സ്തോത്രം. അതുകൊണ്ട് അസൂയ ഉണർവിന് തടസ്സമാണ്,
വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9-ാം വാക്യം. വീണ്ടും ഉൽപ്പത്തിയിലെ ആ കുടുംബത്തിലെ കഥ അവിടെ അപ്പോസ്തലന്മാർ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. യോസഫിനോട് ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് മതി. സ്തോത്രം. അപ്പോൾ വീണ്ടും അത് ആ പഴയ നിയമത്തിൽ സംഭവിച്ചത്, ഇസ്രായേൽ ജനത്തിൽ സംഭവിച്ച ആ കാര്യം വീണ്ടും പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 13:13. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യലഹരിയിലുമല്ല, അശുദ്ധ ശയനങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, കലഹത്തിലും അസൂയയിലും അല്ല. അപ്പോൾ അസൂയയിലും കലക്കത്തിലുമല്ല, ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് നടക്കുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. നാം അന്യോന്യം പൗരന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്യർത്ഥാഭിമാനികളാകരുത്. ഹല്ലേലൂയ. ഈ ശരിക്കും ഒന്ന് ആത്മാർത്ഥതയോടെ ചിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരുമാതിരി ഒപ്പിച്ച ചിരിയായി പോകും. ഗലാത്യലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. നാം അന്യോന്യം വെല്ലുവിളിച്ചും, നാം ഈ വെല്ലുവിളി തന്നെയാണ് പോരുവിളി. നാം അന്യോന്യം പോരിന് വിളിച്ചും അസൂയപ്പെട്ടും കൊണ്ട്, വീണ്ടും പരിശുദ്ധാത്മാ വാക്കുകൊണ്ട് വരികയാണ്. പോരിന് വിളിച്ചും അസൂയപ്പെട്ടുകൊണ്ടും ദുരഭിമാനികളാകരുത്. യെസ്, സ്തോത്രം. അപ്പോൾ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, അത് വിളിച്ചത് ദൈവമാണെങ്കിൽ, നമ്മൾ അന്യോന്യം പോരിന് വിളിക്കേണ്ട കാര്യമില്ല, അന്യോന്യം അസൂയപ്പെടേണ്ട കാര്യമില്ല. ഈ അന്യോന്യം അസൂയ ഉള്ളത് കൊണ്ടാണ് സ്തോത്രം പലപ്പോഴും അന്യോന്യം അംഗീകരിക്കാൻ പറ്റാത്തത്. ഒരുത്തനെ അംഗീകരിക്കണമെങ്കിൽ അന്യോന്യം അസൂയ ഉണ്ടാകരുത്. സ്തോത്രം. നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരു കൂട്ടായ്മയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കുന്നത് ദൈവമാണ്. മനസ്സിലായേ? നമ്മളിൽ ഓരോരുത്തരിലുള്ളവരുടെ കഴിവ് എടുത്ത് നമ്മളെ ഉപയോഗിച്ച് കർത്താവിൻ്റെ സഭയുടെ വർധനവിനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്. അവിടെ ആരും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശബ്ദം കൂട്ടി വെച്ച് അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാനേ പറ്റില്ല. ആ ഉപയോഗിക്കുന്നതിലും ഒരു മിതത്വം ഉണ്ട്. അതിനാണ് സഭയിൽ ഒരാളെ നേതൃത്വത്തിന് വെച്ചിരിക്കുന്നത്, ഒരു സിംഫണിയായിട്ട് മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അവതാളമായിരിക്കും. എല്ലാത്തിലും തടസ്സമുണ്ടാകും. ആരാധനയിൽ തടസ്സമുണ്ടാകും, അഭിഷേകത്തിൽ തടസ്സമുണ്ടാകും, വചന ധ്യാനത്തിൽ തടസ്സമുണ്ടാകും, വചനം ഗ്രഹിക്കുന്നതിൽ തടസ്സമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെ കരത്തിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അസൂയയില്ലാതെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം നമ്മുടെ കമ്മ്യൂണിറ്റി ദൈവം നമ്മളെ വളർത്തുന്നത്, നമ്മുടെ കൂട്ടായ്മ ദൈവം വളർത്തുന്നത്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയുടെ വളർച്ച ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിനൊരു വിടുതലാണ്. അങ്ങനെയാണ് 133-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, കാൺവിൻ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. അരിയാവാചനം വായിച്ച്. സ്തോത്രം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഹല്ലേലൂയ. കാരണം അവിടെ അസൂയയില്ല. ഇടക്ക് സഹോദരിമാർ ഇരിപ്പുണ്ടെങ്കിലും അവർ ഇടക്കിന് ഗുസ്തിക്കൊന്നിനും വരുന്നില്ല. അവരെ എടുത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, അവരും അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ സഹോദരന്മാരുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു സഹോദരി എണീറ്റാൽ സമയം പറിച്ചേ പോവുള്ളൂ. സ്തോത്രം. നമ്മളെല്ലാവരെയും നിയന്ത്രിക്കുന്നത് ഒരാളാണ്, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 2 വചനം കൂടിയുണ്ട്, അതുകൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 1:15. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ഏതായാലും ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പ്രസംഗിക്കുന്നത്.
സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് അസൂയപ്പെടേണ്ട കാര്യമില്ലേ? ഹല്ലേലൂയ. തിത്തുസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. എന്തെന്നാൽ ഒരിക്കൽ നാമും ബുദ്ധിഹീനരും അനുസരണയില്ലാത്തവരും വഞ്ചിക്കപ്പെട്ടവരും നാനാ മോഹങ്ങൾക്കും സുഖങ്ങൾക്കും അധീനരും അസൂയയിലും പകയിലും കാലം ചെലവഴിച്ചവരും വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുത്തിരുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും സ്നേഹവും മനുഷ്യർക്കായി വെളിപ്പെട്ടപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികൾ കൊണ്ടല്ല അവൻ നമ്മെ രക്ഷിച്ചത്, പിന്നെയോ അവന്റെ കരുണയാൽ പരിശുദ്ധാത്മാവിനാലുള്ള പുനർജനനത്തിന്റെയും നവീകരണത്തിന്റെയും കഴുകലിനാൽ അത്രേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പണ്ട് രക്ഷിക്കപ്പെടുന്നവനും അസൂയയിൽ ഇങ്ങനെ മുഴുകിക്കിടന്നാണ്. ഇനി അങ്ങനെ കിടക്കരുത്. കാരണം ആ പഴയത് മറന്നിട്ട് പഴയത് ആഴങ്ങളിലേക്ക് തള്ളി